നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മൂലം പൂരാടം ഉത്രാടം കാല് ധനുക്കൂറുകാരുടെയും ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തിൻ്റെ അര നക്ഷത്രക്കാരുടെയും 2024 ഏപ്രിൽ മാസം 14 തീയതി മുതൽ മെയ് 14 വരെയുള്ള മേടമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. മൂലം പൂരാടം ഉത്രാടം കാൽ ധനുക്കൂറ്. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിതല പഠനം, തൊഴിലിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും. മുതൽ മുടക്കിനനുസരിച്ചുള്ള ആദായം, ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകളോ സ്ഥാനക്കയറ്റമോ കൈവരും. സഹപ്രവർത്തകരുടെ പിന്തുണ കരുത്തേകും. ഗൃഹത്തിൽ അസ്വസ്ഥതകളും ആരോഗ്യ സംബന്ധമായ അസുഖങ്ങളും വന്നുപെടാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ കഴിയാതെ വരുന്ന അവസ്ഥകളുണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ച നേടുകയും അതുവഴി അഭിമാനകരമായ ഒരു ജീവിതമുണ്ടാകുകയും ചെയ്യുന്നു. ആത്മവിശ്വാസം കൂടുകയും എതിർപ്പുകളുടെ മുനയൊടിച്ച് മുന്നോട്ട് നീങ്ങുകയും പഠനത്തിൽ ശിരോബോധമുണ്ടാകും. അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ നേട്ടവും ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കും. വിവാഹയോഗം ഉണ്ടാകുകയും ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ജലം മൂലമോ അഗ്നി മൂലമോ അപകടമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കും. സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് സമ്പാദിക്കും. മുഖ്യ തൊഴിലിനോടൊപ്പം മറ്റു വരുമാന മാർഗം കൂടി കണ്ടെത്തും. കൂട്ടുകച്ചവടത്തിൽ വിജയവും ഭാവനാപരവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ വിജയിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലയിൽ അനുകൂല സമയവും ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുകയും അതുപോലെ ഗവൺമെൻറ്റിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസയും നേടുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ അര മകരക്കൂറ്. ഈ നക്ഷത്രക്കാർ വിജയത്തിലെത്തുവാൻ വളരെയധികം പ്രയത്നിക്കും. സഹായമായി നല്ല കൂട്ടുകാരെ കിട്ടുകയും അതുവഴി വിജയം കൈവരിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. പുതിയ തൊഴിലുകൾ നേടുവാനും വിവാഹ സംബന്ധമായ ആലോചനകൾ വരുവാനും സമയം അനുകൂലമായി വരുന്നു. ഗൃഹം പുതുക്കിപ്പണിയുക, ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുക, പുതിയ വാഹനം വാങ്ങുക ഇവയെല്ലാം ഈ വർഷത്തോടെ സാഫല്യമാകും. ചാരവശാൽ 7.5 ശനി നിലനിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. സഹോദരങ്ങളിൽ നിന്നും സഹായമുണ്ടാകുകയും ജോലിസ്ഥലത്ത് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുകയും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും പ്രതീക്ഷിക്കുന്ന വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പല കാര്യങ്ങളിൽ മനക്ലേശങ്ങൾ വർദ്ധിച്ചേക്കാം. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ചെലവേറും. കച്ചവടത്തിൽ അലസത വർദ്ധിക്കുകയും വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം കച്ചവടത്തിന് ഉത്തമ സമയവും ആകുന്നു.